ഇരുന്നാൽ എനിക്ക് ഇരിപ്പുറക്കില്ല. ഈ റെയ്ഡിന്റെ പിന്നിൽ ആരാന്ന് തിരിച്ചറിയാതെ എനിക്ക് വിശ്രമിക്കാനൊന്നും പറ്റില്ല. മോളെ, വലിയ വലിയ കമ്പനികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാ. അങ്ങനെ ആരെങ്കിലും ഒറ്റിക്കൊടുത്തതാവും. രാജേട്ടൻ കാരെ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഈ നടക്കുന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാ. മിണ്ടാ നിന്നോ, അതാ നല്ലത്. അല്ല, ഇത് എത്ര നേരം ഉണ്ടാവും പരിശോധന? ഇതിനങ്ങനെ സമയമൊന്നും പറയാൻ പറ്റില്ല. അത്രയും നേരം അറസ്റ്റ് ചെയ്തവരെ പോലെ ഞങ്ങളിവിടെ നിൽക്കണമെന്നാണോ? ഇത് വലിയ കഷ്ടമാണല്ലോ. പ്ലീസ് മാം, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമുക്ക് നല്ല രീതിയിൽ പിരിയാൻ സാധിക്കട്ടെ. അതെ, കമ്പനിയിൽ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഇനി ആന്റി എങ്ങാനും ഇവിടെ നിന്നൊന്നും കണ്ടെത്തിയില്ലെങ്കിലും നിങ്ങളെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തിന് ഇങ്ങനെ സംസാരിക്കുന്നതിന്? എവിടെ പോകുന്നത്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പറ. വണ്ടി നിർത്ത്. എവിടെയാ പോകുന്നേ? നിർത്ത്, നിർത്ത്. ഹലോ, എവിടെയാ മോളെ നീ? അച്ഛാ, ഞാനിപ്പോ സൂര്യയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സൂര്യയുടെ വീട്ടിലേക്കോ? എന്തിന്? സൂര്യ ഒരു ഹോട്ടലിൽ മദ്യപിച്ച് കുഴഞ്ഞു കിടക്കുകയായിരുന്നു. അവനെ ഒന്ന് വീട്ടിലെത്തിക്കണം. മോളിപ്പോ അവിടെ പോണ്ട. അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. അത് നടക്കുമ്പോഴല്ലേ അച്ഛാ ഞാൻ അവിടെ ഉണ്ടാവേണ്ടത്. എല്ലാം ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അച്ഛനോട് പറഞ്ഞ കാര്യം അച്ഛൻ സാധിച്ചു തന്നല്ലോ. ഇൻകം ടാക്സുകാർ വന്ന് അവരെ വീട് മുഴുവൻ പരിശോധിക്കുന്നു. മോളെ, പൊളിറ്റിക്സില് എതിരാളികളെ തകർക്കാൻ അച്ഛൻ സ്വീകരിച്ച മാർഗങ്ങൾ കണ്ടാ ഞാൻ വളർന്നത്. എനിക്ക് മോശമാവാൻ പറ്റുമോ അച്ഛാ? വിശ്വനാഥന്റെ മോളല്ലേ ഞാൻ. ഈ റെയ്ഡ് പത്മയുടെ കുടുംബം മറക്കില്ല. അതിന് വേണ്ടതൊക്കെ അവിടെ സംഭവിക്കും. നിന്നെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവിടെ ഒരു റെയ്ഡ് നടത്തിയത് അത് നീ തീരുമാനിച്ച് നടപ്പാക്കിയ റെയ്ഡ്. അവിടേക്ക് അബോധാവസ്ഥയിലുള്ള സൂര്യയുമായിട്ട് നീ എത്തുന്നു. എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല മോളെ. ഞാൻ തിരിച്ചെത്തുന്നത് വരെ അച്ഛനെന്ന് സമാധാനിക്ക്. ജയിച്ചിട്ടേ അച്ഛന്റെ മോള് തിരിച്ചു വരൂ. ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്.